ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നിവേദ്യയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഗൈസ്, ഇന്ന് രാവിലെ കൃഷിയിലോട്ട് ഇറങ്ങുന്നതാണ് ഗൈസ്. കുറച്ച് ചീനിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അടുത്തോട്ട് ജാനിക്ക് കഞ്ഞിസദ്യയാണ്. അപ്പോൾ കഞ്ഞിസദ്യ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് കഞ്ഞിസദ്യക്ക് വേണ്ടി ഞങ്ങളിവിടെ ചീനിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ വർഷം പോകട്ടോ ശബരിമലയിൽ. പിന്നെ ഇവിടെ ചേമ്പ് നട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ചേമ്പിന് വേണ്ടി കുറച്ച് കരിയില വെച്ചേക്കാണ്. ചേമ്പ് ചീനി എല്ലാം ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് ചീരത്തോട്ടമാണ് ഗൈസ്. അടിപൊളി. ഞങ്ങൾ കുറച്ച് നാളായിട്ട് വളരെ നട്ടിട്ട് അവിടത്തേക്ക് ഇതൊക്കെ വളർന്നു ഗൈസ്. പിന്നെ ഗൈസ് അവിടെ തക്കാളിത്തോട്ടം ഉണ്ട് ഗൈസ്. തക്കാളിത്തോട്ടം ഉണ്ട് ഗൈസ്. ഇവിടെ നല്ല തക്കാളിയൊക്കെ പിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. കുഞ്ഞു തക്കാളി വേറെ ഗ്രീൻ പച്ച തക്കാളിയാട്ടോ ഗൈസ്. ഇത് നമ്മുടെ വെണ്ടയ്ക്കാണ് ഗൈസ്. നമ്മൾ വെണ്ടയ്ക്കൊക്കെ കളിക്കുന്നുണ്ടോ ഗൈസ്? കണ്ടോ 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 ഗൈസ്? നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നട്ട ചീനി കഴിഞ്ഞ വർഷം നട്ട ചീനിയൊക്കെ പിരിത് കെട്ടാൻ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് വേറെ ചീനി സ്ഥലത്തോട്ട് പോവാം ഗൈസ്. ഇപ്പൊ ഞങ്ങൾ മിക്ക ചീനിയും പിരിതു. എല്ലാത്തിലും നല്ല വലിയ ചീനികളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇതാണ് ഞങ്ങൾ ഇനി കറി വെക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ നമുക്കിത് വെട്ടണം ഗൈസ്. ഇത് വെട്ടത് അങ്ങോട്ട് വരണോ? ഞാൻ ഇതുവരെ കൈ കാണിച്ചിരിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ ബോഗൻവില്ലാസ് ഒക്കെ ഉള്ളത്. നല്ല അടിപൊളി ബോഗൻവില്ലാസ് ആട്ടോ ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ആയ ലാവെൻഡർ ഉണ്ട്, പിങ്ക്, ഓറഞ്ച്. പിന്നെ ഗൈസ് ഒരു സ്പെഷ്യലാണ് ഗൈസ് ഈ സാധനം. 2 കളറുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഒരല്ലേ തന്നെ ഗൈസ് നിങ്ങൾ 2 കളറുള്ളതുണ്ട് ഗൈസ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. അതും എൻ്റെ ഫേവറേറ്റ് ആണ്. മിക്കത് എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. ഇവിടെ 2 പൂ ഇവിടെ ഗൈസ്. ഇവിടെ റെഡ്, ഇവിടെ ഓറഞ്ച്. പിന്നെ ഇതും ഒരു അടിപൊളി ഫ്ലവർ ആട്ടോ. നല്ല രസമാണ് ഫ്ലവർ. ഇത് എൻ്റെ കുഞ്ഞിന് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഫ്ലവർ ആയിരുന്നു ഗൈസ് അത്. പിന്നെ ഇവിടെയും ഉണ്ട് ബോഗൻവില്ല. ഇതും ഒരു ബോഗൻവില്ല ആണ്. അങ്ങനെ കാണാത്ത ടൈപ്പാണ്. ബിക്കോസ് ഒരു ഡിഫറെൻറ്റ് ലീഫാണ് ഗൈസ്. ഈ ലീഫിനെ വെച്ച് നോക്കുമ്പോൾ ദിസ് വെരി ഡിഫറെൻറ്റ് ലീഫ്. ദെൻ അവിടെയാണ് ഞങ്ങളൊരു ബിഗ് ബോഗൻവില്ല ഉള്ളത്. അവിടെ ഞങ്ങൾ ബീച്ചിൻ്റെ പുറത്തോട്ട് പിന്നെ അത് അടിപൊളിയാണ്. നല്ല രസമായിട്ട് അത് കാണാൻ. ഞാനെങ്കിൽ അവിടെ നിന്ന് കളിച്ചില്ല. ഞങ്ങൾ ഓർക്കിഡ് പൂത്തിരിക്കുന്നത് നോക്കുക. ഒരു വൈലറ്റ് ഇതാ അവിടെ ഫുള്ള് ഓർക്കിഡ് പൂത്തിക്കാണ്. ഇവിടെ പിന്നെ കുറച്ച് ഓർക്കിഡൊക്കെ നമ്മൾ ഏതൊരു ലാവൻഡർ. പിന്നെ അവിടെ അതിനകത്ത് ഡിഫറെൻറ്റ് കളർ വൈലറ്റ് ലാവൻഡർ വൈറ്റ്.
അവിടെയും കുറെ ബോഗൻ വില്ലാസ് ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ. നല്ല രസമല്ലേ ഗൈസ് ഈ ഗാർഡൻ കാണാൻ? ഞാൻ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എൻ്റെ മിക്ക ഫോട്ടോസ് ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ. എൻ്റെ മിക്ക ഫോട്ടോസൊക്കെ ഇതറിയാം, എൻ്റെ വീട്ടിൽ മിക്ക ഫോട്ടോസൊക്കെ അറിയാം. വെർട്ടിക്കൽ ഗാർഡൻ മുമ്പിൽ നിന്നാണ് ഫോട്ടോസ് എടുക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്നുള്ള പുളികളാണ്. ഇനിയും കുറേ പുളികൾ അവിടെ നിന്ന് താഴെ വീടിൽ നിന്ന് എടുക്കാനുണ്ട്. അതൊക്കെ എടുക്കുന്ന വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ റംബൂട്ടാൻ മരം എൻ്റെ ഫേവറേറ്റ് മരത്തിലാണ് ഗൈസ്. എൻ്റെ റംബൂട്ടാൻ മരം എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടുമാണ് ഗൈസ് റംബൂട്ടാൻ. എൻ്റെ ഫേവറേറ്റ് ആണ് റംബൂട്ടാൻ മരം. ഇരുമ്പുളി. നിങ്ങളുടെ നാട്ടിൽ ഈ ഇരുമ്പുളിനെ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇരുമ്പുളി എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ റംബൂട്ടാൻ മരം വെരി വെരി ഇത് പൂക്കുന്നത് ഒരു ജൂൺ സമയമൊക്കെ ആകുമ്പോഴാണ്. ഇതിന്റെ കളർ യെല്ലോ ആയിട്ടാണ് ഇത് കിളിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ആനയായ നമ്മുടെ അയ്യപ്പനെ അതിലൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ സിറ്റോട്ട് ആണ്. നമുക്ക് നേരെ നമ്മുടെ പുലാസാൻ ചാമ്പയ്ക്ക മരമാണ്. ചാമ്പയ്ക്ക കളിച്ച് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ പുലാസാൻ മരം പൂത്തു. നമ്മുടെ പുലാസാൻ മരം പൂത്തു. ഇനി കായൊക്കെ കൂടെ വന്നാൽ മതി ഗൈസ്. നമ്മുടെ പുലാസാൻ മരം പൂക്കാൻ. ഇതാണ് നമ്മുടെ പുലാസാൻ മരം. ഫ്ലഷ് ഉണ്ട് ഈ പുലാസാൻ. കുഞ്ഞു കുഞ്ഞു കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, അച്ഛ 2 കായ ഇളകിപ്പോയി. ഇതിന്റെ അടി കുരുമുളകൊക്കെ ഉണ്ട്. ഇതിന്റെ അടി കുരുമുളക് ഇരിക്കുന്നുണ്ട്. അറിഞ്ഞടുത്ത് വായിട്ടോ. നിങ്ങൾ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാലേ ഈ പുലാസാൻ മരം വലിയ വലിയ പുലാസാനായി വരുള്ളൂ. പുലാസാൻ വന്നാൽ ഞങ്ങൾ അതിൻ്റെ അത് നല്ല ടേസ്റ്റ് അടിപൊളിയാണ്. നമ്മുടെ അബ്യൂ മരം നല്ല വലിയ കായകളൊക്കെ ആണ് ഇതിനുള്ളത്. നല്ല അബ്യൂ മരം. ഇപ്പോഴ പേരങ്ങനെ കേട്ടില്ല നിങ്ങൾക്ക് വിചാരിക്കും. ബട്ട് അബ്യൂ മരം. ഇതിന് നമുക്ക് പല്ല് വയ്ക്കാൻ പോകണം. ഇന്ന് ഞങ്ങളൊരു മാങ്ങ പറിച്ച് മുളകിട്ട് കഴിക്കുന്നതായിരിക്കും. നിങ്ങളെ കൊതിപ്പിക്കുന്നത്. മാവ് ഫുള്ള് പൂത്തേക്കാണ്. ഇഷ്ടം പോലെ മാങ്ങകൾ ഈ വർഷം നമുക്ക് കിട്ടും. പിന്നെ ഉറിഞ്ചി മാങ്ങ കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഉറിഞ്ചി മാങ്ങ കഴിഞ്ഞ വട്ടം നമ്മൾ കുറച്ചൊക്കെ മുറിച്ചു ചെറുതാക്കിയപ്പോൾ ഇത് അടുത്ത വർഷമൊക്കെ പൂക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് തിരിഞ്ഞു നോക്ക്.
വീട്ടിൽ നിന്ന് പിന്നെ നമ്മുടെ ചീനി നമ്മൾ കറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ വറുത്തത്, മീൻ കറിയും, പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ചീനിയാണ് ഞങ്ങൾക്ക് വെച്ചത്. നമ്മുടെ കുഞ്ഞി പശുവാണ് ഗൈസ്. നമ്മുടെ കുഞ്ഞി പശുവിന്റെ പേരെന്ന് പറയുന്നത് ജിബ്രു എന്നാണ് ഗൈസ്. നമ്മുടെ കുഞ്ഞി പശുവിന്റെ പേര് പാവാട്ടോ കണ്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ജിബ്രു കുട്ടീന്ന് വിളിക്കാനാട്ടോ. എന്റെ നമ്മൾ തെങ്ങ് നടാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ ഐശ്വര്യമായിട്ട് നമ്മുടെ തെങ്ങ് അങ്ങ് വെച്ചു ഗൈസ്. നമുക്ക് മണ്ണിടണം. മണ്ണിടാൻ നമുക്ക് സഹായത്തിനായി അച്ഛനെ വിളിക്കണ്ട ഗൈസ്. അപ്പൊ ഞങ്ങൾ തെങ്ങ് നട്ടുകൊണ്ടിരിക്കുവാണ് ഗൈസ്. പിന്നെ നമ്മുടെ ജിബ്ബർ കുട്ടി അവിടെ നിൽപ്പുണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ ജിബ്ബർ കുട്ടി അവിടെ ഇപ്പോണ്ട് ഗൈസ്. ജാനിക്കുട്ടി അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് നേരെ ഇവിടെ തെങ്ങ് നടുവാണ് ഗൈസ്. തെങ്ങ് ഗൈസ് നമ്മൾ തെങ്ങ് നട്ടിരിക്കുന്നു. അപ്പം ഗൈസ് നമ്മൾ നിൽക്കുന്നത് ഗൈസ് പഞ്ഞിമരം എന്ന് വെച്ചാൽ പഞ്ഞുങ്ങളൊക്കെ വീഴുന്ന മരം ഉണ്ടെന്ന് ഗൈസ്. അത് മുറിച്ചു. അപ്പം അതിൻ്റെ മേളിൽ കയറി നിന്നതാണ് ഗൈസ് ഞാൻ. ഇവിടെ നമുക്ക് ജാനിനെ വീഡിയോ എടുക്കാം ഗൈസ്. ജാനിയും നമ്മൾക്ക് ജിബിർക്കുട്ടിയെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പം നമുക്ക് ജാനിയെ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടോ അവൾ അവിടെ എന്താ ചെയ്യും ഗൈസ്. നമ്മളെ കണ്ടോ ഗൈസ് ജാനി അടുത്ത തെങ്ങ് നടാൻ പോവാണ് ഗൈസ്. നമുക്ക് ജാനി ഇങ്ങോട്ടാ തെങ്ങ് നടാൻ ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോകണമെങ്കിൽ ഞാൻ മേളിൽ നിന്ന് തന്നെ നമുക്ക് പോവാം ഗൈസ്. ഗൈസ് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അമ്പലത്തിൽ പോകും ഗൈസ്. അപ്പം ഗൈസ് അത് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ നല്ല ഇരുട്ടൊക്കെ ആവാൻ വേണ്ടി പോകുന്നു ഗൈസ്. ഇവിടെ കുറേ തെങ്ങും ഇവിടെ ഫുള്ള് ചീനി, വാഴ, ഇവിടെ കുറേ എൻ്റെ നാട്ടിൽ കുറേ ഡിഫറെൻ്റ് കുറേ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, ചീനി അങ്ങനെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എപ്പോൾ വന്നാലും ഇപ്പോൾ ചാമ്പയ്ക്ക ഉണ്ട്, റംബൂട്ടാനുണ്ട്, മാംഗോസ്റ്റീൻ, ഫുലാസാൻ, മാംഗോ, തേങ്ങ, മാങ്ങ എല്ലാം ഉണ്ട്. ചീനി എല്ലാം ഉണ്ട്. പിന്നെ ഗായ്സ് ചീനി കമ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനും നടും ചീനി. ഞാനിപ്പം ഈ മരത്തിൻ്റെ മേളിൽ നിന്ന് വീഡിയോ ചുമ്മാ നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാമെന്ന് കരുതി ഞാനിങ്ങനെ മരത്തിൻ്റെ മേളിൽ ഇരിക്കാം. നല്ല രസമായിട്ട് ഇത് അടിപൊളി സുഖമാണ്. ഫുൾ മരം എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ അയ്യൊക്കെ കണ്ടോ ഗൈസ്. അതാണ് ഗൈസ് നിങ്ങൾ കാണുന്നതാണ് ഗൈസ് എരുത്തിൽ മീൻസ് നമ്മൾ പശുവിനെയൊക്കെ അവിടെയാണ് ഗൈസ് കെട്ടിയിടുന്നത്. പിന്നെ പകലാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ട് പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടി ഗൈസ് നമ്മൾ വിടും. ഇതാ ഗൈസ് അമ്മുമ്മയും ചെടികളൊക്കെ നടുവാണ് ഗൈസ്. അപ്പം ഞാനിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ചെണ്ടമേളമൊക്കെ കേൾക്കാം കേട്ടോ. ചെണ്ടമേളമൊക്കെ കേൾക്കും. എന്തോ അമ്പലത്തിലുണ്ട്. ഐ തിങ്ക് ചെണ്ടമേളം എന്തോ ഇങ്ങോട്ട് വരുന്നെന്ന്. നമുക്കൊന്ന് പോയി നോക്കാം.
എനിക്കറിയത്തില്ല ഗൈസ് ഇങ്ങോട്ട് വരുവാണോ ഒന്ന് പോയി നോക്കാം. അതോ ഇവിടെ കേൾക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. സ്പീഡിൽ പോയാൽ മതി. അപ്പം ഞാൻ ഓടിപ്പോയി നോക്കാം കേട്ടോ. ഗൈസ് ചെണ്ടമേളമൊക്കെ വന്നു. ബട്ട് ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ചെണ്ടമേളം കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഞാനിനി ഒഴുങ്ങാൻ പോവാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഒഴുങ്ങാൻ പോവാണ് ഗൈസ്. ഒഴുങ്ങാൻ പോവാണ്. അപ്പം നമുക്ക് ഒഴുങ്ങിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ എത്തി ഗൈസ്. ഇപ്പം അകത്തോട്ട് കയറാൻ പാടില്ല. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ഗൈസ് നട തുറക്കാൻ വേണ്ടി. പിന്നെ ഗൈസ് ഇവിടെ നടപ്പന്തൽ പണിയാണ് ഗൈസ്. ഇവിടെ കണ്ടോ എൻ്റെ പണി നടക്കുവാണ് ഗൈസ്. ഇവിടെ നടപ്പന്തൽ പണിയാണ്. ഇവിടെ ആളും കൂടെ കഴിഞ്ഞ നമ്മുടെ ഉത്സവമാണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് നമ്മുടെ ഉത്സവം കാണാൻ. താലപ്പൊലി അങ്ങനെ കുറേ ഒക്കെ ഉണ്ട്. ഇട്ട് കയറും.